പോട്ടെന്ന് വെച്ചതാ. ആ ദരിദ്രവാസികളെ കൊണ്ടും കാണും എന്തെങ്കിലും കാര്യം. എക്സ്ക്യൂസ് മീ. യെസ്, കണക്ട് ചെയ്യൂ. മിനിസ്റ്റർ കിട്ടി. ഹലോ. ആ, നമ്പീശനാ. ഒന്നുമില്ല, നമ്മുടെ വാസുദേവന്റെ കാര്യമാ. ഇവിടുന്ന് ട്രാൻസ്ഫർ ആക്കാൻ പോണെന്ന് കേട്ടു. അതൊന്നും വേണ്ട, വാസുദേവൻ ഇവിടെ തന്നെ സ്റ്റേ ആയിട്ട് വേണം. ക്യാബിനറ്റ് തീരുമാനോ? ഓ, തന്റെ ഒരു ക്യാബിനറ്റ്. എടോ, ഈ മന്ത്രിസഭ ഉണ്ടായതല്ല, ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാക്കി തന്നതാ. അത് മറക്കണ്ട. ദേ, തന്റെ കക്ഷിപ്പെട്ടൊരു MLA എന്റെ മുമ്പിൽ നാടുന്നത്. ഭാവിയിലേ ഇതുപോലുള്ള 10 പേരെ ആട്ടിയാ വീഴുന്ന അവരായിരിക്കില്ല, തന്റെ മന്ത്രിസഭയായിരിക്കും. ആ, നോനോ, എനിക്കൊന്നും കേക്കണ്ട. വാസുദേവനെ സ്ഥലം മാറ്റണ്ട. ആ, സമ്മതിച്ചു. നമ്പീശന്റെ ഗട്സ് ഭയങ്കരം തന്നെ. ചുമ്മാതല്ല, ഇവനൊക്കെ ഇവന്റെ അമ്മയുടെ ഫണ്ടെന്നും പറഞ്ഞ് വരുമ്പോ വാരിക്കോരിയാ കൊടുക്കുന്നത്. എന്തു വന്നാലും ഇവിടെ തന്നെ എന്നെ പിടിച്ചു നിർത്തണം. ഏറ്റെടു. താനും ജോസഫൊക്കെ ഇവിടെ ഇല്ലാതെ എങ്ങനെ? ആ വാറ്റുകാര് കാണാൻ വന്നിരിക്കുന്നു. ശല്യം. ഇവിടെ ഇല്ലാന്ന് പറയണോ? ഉണ്ടെന്ന് താൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഉറപ്പിച്ചു പറഞ്ഞില്ല. കാലാവസ്ഥാ പ്രവചനം പോലെ കാച്ചിയതേ ഉള്ളൂ. വേണേ തിരുത്തു കൊടുക്കാം. വേണ്ട, താൻ പോയ സോപ്പ് ഉണ്ടാവില്ല, എടുത്തോണ്ടാ. ഒന്ന് ഫ്രഷ് ആകട്ടെ. സോപ്പ് ഉണ്ടാവല്ലോ. എന്താ വിശേഷിച്ച്? ഒന്നുമില്ല. ഇങ്കന്റെയും റാക്കിയുടെയും കല്യാണം ഉറപ്പിക്കാൻ പോവാ. അന്ന് വിവരം പറയാൻ വന്നതാ. നന്നായി, നേരത്തെ അറിയിക്കണം. എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തേക്കാം. പിന്നെ ഇങ്കം പഴയടുത്ത് പണിക്ക് പോകില്ല. ഒന്നും കൂടി മാറ്റാനുള്ള ഒരു സൗകര്യം. അതിനെന്താ, ചാരായം എടുക്കാൻ വരുന്നവരോട് പറഞ്ഞാൽ മതി. ദിവസക്കൂലി അവർ നിശ്ചയിച്ചോളൂ. ചിങ്കന്റെ കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ ജാനുവിനാവും ഇനി തിടുക്കം. എന്താ, പച്ചെല്ലാവരും കണ്ടുവച്ചിരിക്കുന്നു? പറഞ്ഞോളൂ. കെട്ടിച്ചു വയ്ക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഓ ചേച്ചി. അയ്യോ അയ്യോ, എന്നെ തല്ലേ സാറേ. അയ്യോ, ഞാൻ ഇനി പണി ചെയ്യില്ല സാറേ. അയ്യോ അയ്യോ, വേണ്ട. അയ്യോ, എന്താ സാറേ കാണിക്കുന്നത്? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണിക്കും. കിടക്കവിടെ. ശങ്കുട്ടാ, അവര് കഞ്ചാവ് കിടത്തുന്നവരാ. കഞ്ചാവ് നാട്ടിലേക്ക് കിടന്ന് പറഞ്ഞ് കേൾക്കാത്തതിനാ അവരെന്നെ തല്ലൊക്കെ തല്ലി. ഇങ്ങനെ വിട്ടാ പറ്റില്ല, പോലീസിൽ അറിയിക്കണം. അയ്യോ, പോലീസിൽ അറിയിക്കണ്ട, അവരും എന്നെ തല്ലും. എന്നാലും ഒന്ന് കാണണമല്ലോ. ജാനു, നീ ചെന്ന് ചിങ്ങനോട് വിവരം പറ. ശങ്കുനെ ഞാൻ കുടിലേക്ക് കൊണ്ടുവയ്ക്കണം. ശരി ചേച്ചി. ആർക്കടാ കഞ്ചാവ് കൊണ്ട് പോണത്? പറയടാ. ഇനി കച്ചവടം നടത്തോ? ഇല്ല, നടത്തണില്ല. കഞ്ചാവല്ല, ഇനി ഒന്നും വെക്കാൻ പോണില്ല. വീട്ടു ചിലവിനുള്ള കാശേ സാറങ്ങ് അയച്ചു തന്നാ മതി. ഇതൊന്നൊരു അടിയല്ല സാറേ. ആ SI സാറിന്റെ അടി വെച്ച് നോക്കുമ്പോ സാറിന്റെ അടിക്കൊന്നൊരു ശാന്തപ്പാ. എടാ മോനെ, ഇത് ഞാന്. സോറി എങ്കിൽ കഞ്ചാവ് കേസിൽ പിടിച്ച പ്രതിയാണ് എന്ന് വെച്ച് എന്തൊരടിയാ ഇങ്ങനെ കണ്ണും മൂക്കില്ല തല്ലി ചത്തുപോയാലോ? സാറേ, ഇത്രയും നേരം തല്ലി പഠിച്ചതല്ലേ, ഒരു ചായയെങ്കിലും മേടിച്ചതാ സാറേ. ചുപ്പി. എന്താ നിന്നത്? മുതലാളിയുടെ വിവരം പറയായിരുന്നു. എന്താ കാണിച്ചത്? പരാതി കൊടുക്കണ്ടേ? കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ദൈവങ്ങളും ചെറുത്താന്മാരും ചേർന്നുള്ള കൂട്ടുവച്ചോടാണ്. നമുക്ക് നീതി കിട്ടുമെന്ന് കരുതുന്നത് വെറുതെയാ. ഞങ്ങളുടെ മുതലാളിയെ കുറിച്ചാണോ പറഞ്ഞത്? അയാളെക്കുറിച്ച് മാത്രമല്ല,
കൂടെ പോയ പോലീസ് ഓഫീസറെ കുറിച്ചു. ഭൈരവി അയാളെ നേരത്തെ അറിയോ? അറിയും. എനിക്ക് എന്നെ അറിയുന്നതിലേറെ. ചിങ്കന് ഞാൻ ആരാണെന്നറിയോ? ഞാൻ ഞാൻ മക്കള് വണ്ടിയില്ലേ? തെരഞ്ഞെടുപ്പ് വന്ന് അറിയാമല്ലോ. ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി. നമസ്കാരം. ഈ അങ്കിൾ വോട്ട് ചെയ്യണേ. മോള് പറഞ്ഞ പിന്നെ അപ്പീലുണ്ട്. മക്കളെ ഞങ്ങളിപ്പോ സ്കൂളിൽ പോകുന്നുണ്ട്. കൊങ്കേരം പൊടിച്ചവനാ. മോന്റെ മക്കളെങ്കിലും നല്ല നിലയ്ക്കായല്ലോ. ബാബാ അങ്കിൾ ജയിച്ചോ? നിങ്ങളല്ലേ ജയിപ്പിച്ചത്. മോക്ക് എന്റെ വക. ഇത് മോ മക്കളകത്തേക്ക് പോ. ഈ പിള്ളേരിവിടെ കഴിയുന്നിടത്തോളം കാലം ആ നിയോജകമണ്ഡലം എന്റെ കയ്യില. അവര് വെറും പിള്ളേരല്ല, വോട്ടുണ്ടാക്കുന്ന യന്ത്രങ്ങളാ. എടോ, താൻ എന്നോട് ചോദിച്ചതല്ലേ എന്തിനാ ഇവറ്റകളെ എടുത്ത് പോറ്റുന്നതെന്ന്? ഇപ്പൊ മനസ്സിലായോ? എനിക്ക് വല്ല ചെലവുള്ള കാര്യമാണോ? പഠിപ്പിനുള്ള ചെലവാണെങ്കിൽ സർക്കാർ തരും. പിന്നോക്ക ജാതിയല്ലയോ, വലുതായാലും എന്തിനെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും. നീ വന്നോ? ടെസ്റ്റ് എങ്ങനെയായിരുന്നു? കലക്കി. പിന്നെ കഥയുടെ മുദ്രയൊന്നും വേണ്ട. 2 ദിവസത്തെ ചോദ്യോത്തരങ്ങൾ ബാക്കിയാണ്. ആയിക്കോളൂ, ഞാനെന്തിനാ സ്വർഗത്തിലെ കട്ടറും പാവുന്നത്? ജോലി കിട്ടുമോ ചന്തേട്ടാ? നിന്റെ അച്ഛന്റെ ചാരായക്കടയിൽ ഉദ്യോഗമാണെന്ന് കരുതിയോ? ചെല്ലുമ്പോഴേക്കും എടുത്തുതരാം. ടെസ്റ്റിൽ ജയിച്ചാലും പോരാ, പിന്നെ ഉണ്ട് കുറെ ഫോർമാലിറ്റീസ്. അച്ഛൻ വിചാരിച്ച ആ ഫോർമാലിറ്റീസ് ഒന്നും പ്രശ്നമാവില്ല. കയ്യോടെ IPS വാങ്ങിച്ചു. അങ്ങനെ സൗജന്യമായി കിട്ടുന്ന ഉദ്യോഗം എനിക്ക് വേണ്ടെങ്കിലോ? ശരി, ജോലി കിട്ടിയാലെങ്കിലും അച്ഛനോട് കല്യാണക്കാരി സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാവുമല്ലോ. എന്നാലും ധൈര്യം കിട്ടും തോന്നുന്നില്ല. ഞാൻ കാണിക്കുന്നത് ഒരു വലിയ നന്ദികേട് തന്നെയാ. പോറ്റി വലുതാക്കിയിട്ട് തിരിച്ചു കുത്തിന്നേ പറയൂ. ചന്തേട്ടാ, ലതേ, എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? പ്രേമിക്കാൻ നിനക്ക് മറ്റാരെയും കിട്ടിയില്ലേ? ഒരു കീഴ്ജാതിക്കാരനെ കിട്ടിയുള്ളോ ഭർത്താവായിട്ട്? നാണമില്ലല്ലോടി നിനക്ക്. ഞാൻ മരിച്ചാൽ വിവാഹത്തിന് സമ്മതിക്കില്ല എന്നൊക്കെ ഈ അച്ഛൻ പറയുമെന്ന് നീ കരുതി കാണും. നിനക്ക് ഈ അച്ഛനെ മനസ്സിലായിട്ടില്ല മോളെ. നിനക്ക് ചേർന്നൊരു ഭർത്താവിനെ നീ തന്നെ തെരഞ്ഞെടുത്തു. ആ കാര്യത്തിൽ അച്ഛന് ബുദ്ധിമുട്ടുണ്ട് വന്നില്ലല്ലോ. നിന്റെ എക്സാം ഒന്ന് കഴിഞ്ഞോട്ട് നിങ്ങളുടെ വിവാഹം രാജകീയമായിട്ട് അച്ഛൻ തന്നെ നടത്തി തരും. മോനെ, മനപ്പൊരുത്തോളം ആണും പെണ്ണുമായിരിക്കുക. ഭാര്യാഭർത്താക്കന്മാരെ കുറിച്ചുള്ള എന്റെ കൺസെപ്റ്റ് അതാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് നിർബന്ധം, എന്റെ മകളെ സംരക്ഷിക്കുന്നതോടൊപ്പം ഞാനുണ്ടാക്കിയ സ്വത്തുക്കളും സൂക്ഷിക്കാൻ കഴിയണം. അങ്കിൾ, ഞാൻ ബിസിനസ് നിനക്ക് താല്പര്യമില്ല എന്ന് എനിക്കറിയാം. എന്നാൽ എല്ലാം നോക്കിക്കൊണ്ട് നടത്ത ഒരാൾ വേണ്ടേ? ആ ബിസിനസ് മാനേജ്മെന്റിൽ 3 മാസത്തേക്കുള്ള ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. അതൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാ. IPS ടെസ്റ്റ് എഴുതിയല്ലേ ഉള്ളൂ, സെലക്ഷൻ കിട്ടിയ ജോയിൻ ചെയ്തോ. അങ്കിൾ, നിനക്കൊരു ഫോറിൻ ടൂറും ആകുമല്ലോ. തിരിച്ചു വന്നാലുടനെ കല്യാണം. അപ്പോഴേക്ക് ലതയുടെ എക്സാമും കഴിയും. ഇതിനകത്ത് കാറിന്റെ സീറ്റ് വെച്ചേക്കാം. പോയി തരട്ടെ അങ്കിൾ. ആ, പറഞ്ഞത് മറക്കണ്ട. എത്തിയാലുടനെ STD വിളിക്കണം. നീ വരുന്നത് വരെ ഇവളെ പൊറുപ്പിക്കുന്ന കാര്യം കഷ്ടമാണ്. ശാന്തപ്പൻ അവിടെ വല്ല മദാമാരോട് ഇവിടെ കൂടിക്കളയെന്ന ലതയ്ക്ക് പേടി.
എയറോട്രോം വരെ നമുക്കും പോയായിരുന്നു അച്ഛാ. വേണ്ട മോളെ, ആളുകളുടെ മുമ്പിൽ വെച്ച് കരച്ചിലും പിഴിച്ചിലും ആകും. അത് കണ്ട് വിമാനത്തിൽ കയറിയ ശാന്തപ്പന് യാത്ര ഡള്ളാകും. മോൻ പുറപ്പെട്ടോളൂ. ഡ്രൈവർ സൂക്ഷിച്ചു വേണം പോവാൻ. ശരി സാർ. ചെല്ലേ. ബൈ ബൈ. കുഞ്ഞു പോകുന്ന പ്ലെയിൻ ആരെങ്കിലും ഹൈജാക്ക് ചെയ്തിരുന്ന എന്ത് രസമായിരുന്നു. തനിക്ക് ഹൈജാക്ക് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? ഇനി എന്ത് ജാക്കിന്റെ അർത്ഥം അറിയാവുന്നേ? മേലെ അർത്ഥം അറിയാത്ത ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കരുത്. ചമ്മി പോയല്ലോ എന്റെ ഈശ്വര. എന്ത് പറ്റി? വണ്ടി ഓഫായി സാർ. റേഡിയേറ്റർ ഹീറ്റായതാ. ഞാൻ വെള്ളം കിട്ടുമെന്ന് നോക്കട്ടെ. ഇറങ്ങടാ താഴെ. എനക്ക് ഞങ്ങളുടെ മുതലായിട്ട് മകളെ കെട്ടണം അല്ലേ? ലതേ, ലതേ, ശാന്തേട്ടൻ അച്ഛൻ ചതിക്കായിരുന്നു ലതേ. എന്നെ ഫോറിലേക്കൊന്നും അയച്ചതല്ല, എന്നെ കൊല്ലാൻ കൊണ്ടുപോയതാ. ഈശ്വരാ. ബഹളം വെക്കാതെ. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. തൽക്കാലം എങ്ങോട്ടെങ്കിലും പോവാ. ഞാനും വരട്ടെ. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ കഴിയുമെന്ന് എനിക്കറിയില്ല. നിന്നെയും ചേച്ചിയും കൂടി ഇപ്പൊ കൊണ്ടുപോയാൽ എന്തെങ്കിലും ഒരു വഴിയുണ്ടായാൽ ഞാൻ ഉടനെ തിരിച്ചു വരും. ചേച്ചി വിളിക്കുന്നോ? വേണ്ട, ചേച്ചിയോട് യാത്ര പറയാനുള്ള ശേഷി എനിക്കില്ല. വിവരം പറഞ്ഞാൽ മതി. എവിടെയായാലും ഞാൻ അറിയിക്കാം. വരട്ടെ.
സത്യം പറ, എന്റെ മോനെ കൊല്ലാൻ ശ്രമിച്ചതാരാ? ഇനി തന്നെ മുതലാളി, എനിക്കൊന്നും അറിയില്ല. അവര് കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോ ഞാൻ പ്രാണഭയം കൊണ്ട് കാറെടുത്ത് പോകുന്നതാ. എടാ നന്ദി കേട്ട നാളെ, നിന്നെ വിശ്വസിച്ച് അവരെ വെച്ച് എന്നെ വേണം പറയാൻ. എടാ നീ കാരണം എന്റെ മക്കൾ എന്റെ മുഖത്ത് നോക്കാതായി. നീ ഒന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. മുതലാളി, മുതലാളി, അയ്യോ വേണ്ട. വേണ്ട അങ്കിൾ, ശാന്തി വിടുമോളെ. വേണ്ട. ശാന്തപ്പൻ എവിടെയാണെന്ന് അറിയില്ല. അങ്കിളൂടെ ജയിലിൽ പോയാ പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? എടാ ഈ മക്കളെ ഓർത്ത് ഞാനൊന്നും ചെയ്യുന്നില്ല. കടന്നു പോണ പട്ടി പുറത്ത്. ഇതാ, കഴിയുന്നതും വേഗം നീ സ്ഥലം വിടണം. അവിടെ വല്ല ലോറിയിൽ നിനക്ക് ജോലി തരും. ഒരു കാരണവശാലും നീ ഇങ്ങോട്ട് തിരിച്ചു വരാൻ ഇടയാകരുത്. അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ സാർ. ആ, മൊത്തത്തിൽ ഒരു നഷ്ടക്കച്ചവടമായി പോയി. പണം എത്ര ചെലവായാലും അവൻ ചത്താ പ്രശ്നമില്ലായിരുന്നു. മോടെ മുമ്പിൽ കൈയെഴുകാൻ പെട്ട പാട്. ആ ചെല്ലേ.